അതിലേക്ക് യാഗമൃഗത്തെ എടുത്തു കിടത്തി ആ ഉറവാൾ വലിച്ചൂരി അതിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഗോൽഗോഥയിൽ അറുക്കപ്പെടുവാൻ തുടങ്ങുന്ന ദൈവകുഞ്ഞാടിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ഹാബേൽ യാഗമർപ്പിച്ചു. സ്വർഗം അവനെ നീതീകരിച്ചു. മാന്യ സഹോദരങ്ങളെ, മാനവ ചരിത്രത്തിലെ ഒന്നാമത്തെ കുലപാതകം തുടങ്ങി. ഒരു സത്യാരാധനക്കാരനെ, ഒരു വ്യവസ്ഥയ്ക്കൊത്ത് ആരാധിച്ചവനെ, ഒരു പ്രമാണത്തിന് വേണ്ടി നിന്ന് ആരാധിച്ചവനെ, ഒരു വ്യവസ്ഥ ലംഘിച്ചവൻ, ഒരു മിഥ്യാരാധകൻ ഒറ്റയടിക്ക് തറയിലിട്ടു. സത്യാരാധകൻ തറപറ്റിയെങ്കിലും സത്യാരാധന തറപറ്റിയിട്ടില്ല. സത്യാരാധകർ ഉള്ളിടത്തോളം കാലം ഈ പോരാട്ടം ഇവിടെ തുടരും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? സത്യാരാധകന്റെ ചങ്കിൽ ശ്വാസമുള്ളിടത്തോളം, അവന്റെ രക്തധമനികളിൽ രക്തമുള്ളിടത്തോളം സത്യാരാധനയ്ക്കായി, 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 സത്യാരാധനയ്ക്കായി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കും. സ്തോത്രം. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞടിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഗനെ കടവസ്ഥം ചെയ്താൽ, അവന്റെ കഴുത്തറത്തു താലത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷെ അഭിഷിക്തന്റെ കഴുത്ത് മുറിഞ്ഞ് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരത്തില്ല. പ്രസംഗത്തിന്റെ ആകെ പൊരുൾ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറയിൽ ഒതുക്കിയാൽ കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് കാളവണ്ടി ചക്രത്തിന് വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് കാവൽപ്പടയാളികൾ കാവൽ കാത്താൻ കല്ലറ കൊണ്ട് എന്റെ കർത്താവിന്റെ പ്രസംഗം തീരില്ല. അവൻ കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേൽക്കും. സ്തോത്രം. അവനിവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ല. അവനിവിടുന്ന് പോയാൽ സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? ഹേരോദാവേ, പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസ് എഴുന്നേൽക്കും ഇവിടെ പ്രസംഗിക്കാൻ. സ്തോത്രം. ആ ദൈവദാസനെ കല്ലെറിഞ്ഞ് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിഞ്ഞു കൊന്നാൽ എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ പറയാം, ഇടിക്കാൻ ആയുധം എടുത്തവനെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. തകർക്കാൻ കരമുയർത്തിയവരെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ കർത്തൃദാസനെ ഓസ്തിയൻ പാതയിൽ കഴുത്ത് താഴ്ത്തി നിന്ന സമയം വെട്ടിമുറിച്ച് കഴുത്തു മാറ്റി. പ്രസംഗം തീർന്നില്ല. അതിന്റെ പുറകെ തീമോത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ കർത്തൃദാസനെ ഉമിത്തിയിൽ നീറ്റിക്കൊന്നു. പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. അവരെല്ലാം മരിച്ചു മൺമറഞ്ഞാൽ പ്രസംഗം തീരില്ല. കെ ഇ എബ്രഹാമിനെ പോലെ, കെ വി സൈമണെ പോലെയുള്ള ദൈവദാസന്മാരെ ദൈവം ഈ മണ്ണിൽ എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. അവർ മരിച്ചാൽ പ്രസംഗം തീരില്ല. ഞങ്ങളെ പോലെയുള്ളവരെ സ്വർഗം ഇവിടെ നിർത്തും പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്തിട്ട് തട്ടിയാൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കില്ല. ചുണ്ടിത്തരങ്ങൾ കാട്ടിക്കൊണ്ട് ഈ മുൻകസേരകൾ ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നാളെയുടെ നീളങ്ങളിൽ ഈ സത്യവചനവുമായി എഴുന്നേൽപ്പിച്ച് ഈ മുക്കിലും മൂലയിലും നിർത്താൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. അധികാരത്തിനോ കാരാഗ്രഹത്തിനോ കൽത്തുറങ്കിനോ ഈർച്ചവാളിന്റെ മൂർച്ചയുള്ള മുനയ്ക്കോ തകർക്കാൻ കഴിയുന്നതല്ല കൃപ പ്രാപിച്ച ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കട്ടെ. കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടാൻ ഒക്കുമോ? നക്ഷത്രത്തെ ഊതി അണയ്ക്കാൻ ഒക്കുമോ? ആത്മനിറവ് പ്രാപിച്ച നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഏതൊക്കെ ആധിപത്യങ്ങൾ എതിരെ സടകുടഞ്ഞെഴുതേറ്റാലും ദൈവത്തിന്റെ സഭയെ തകർക്കാൻ സാധ്യമല്ല. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുമ്പോൾ, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മാർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിക്കുമ്പോൾ, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങളെ രണ്ട് തുണ്ടുകളാക്കി കീറി മാറ്റുമ്പോൾ, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ദഹിപ്പിച്ചു കൊല്ലുമ്പോൾ, ഉദരം പിളർന്ന് കുടൽമാല കൈകൊണ്ട് നീചമായി വലിച്ചെടുത്ത് വിശുദ്ധന്മാരെ കൊല്ലുമ്പോൾ, അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് മുൻപിലും വെട്ടിത്തിളങ്ങുന്ന പടവാളുകൾക്ക് മുൻപിലും തിളച്ചു തുള്ളുന്ന എണ്ണപാത്രങ്ങൾക്ക് മുൻപിലും ചിരിയോടെ നിൽക്കാൻ നമ്മുടെ പിതാക്കന്മാർ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ കാരണം, ജയിക്കാൻ അന്ധകാര ശക്തിയെ നിനക്ക് സാധ്യമല്ല. സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര